എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായ ഐ സി ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ, മുൻ ഡി.സി.സി ട്രഷറർ കെ ഗോപിനാഥൻ എന്നിവർക്കെതിരെയും പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിൽ എത്തി ഇക്കാര്യത്തിലൊക്കെ ഒരു സമവായ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ആശ്വാസത്തിൽ തന്നെയായിരുന്നു വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം എല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നേതാക്കളെ അടക്കം പ്രതി ചേർത്തിരിക്കുകയാണ്. ഇത് എത്രമാത്രം പാർട്ടിയെ അവിടെ പ്രതിസന്ധിയിലാക്കും? ഏത് രീതിയിലാകും നടപടികൾ മുന്നോട്ട് പോവുക? തീർച്ചയായും വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഇത്തരം ആക്ഷേപങ്ങളുണ്ടായി. കത്തുകളിൽ പേരുണ്ട് എന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഈ പ്രാഥമികമായിട്ട് പാർട്ടി എന്ന നിലയിൽ ഒരു വിശദീകരണം ചോദിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ന് പലരും ചോദിക്കുമ്പോൾ അതൊക്കെ ഈ കത്ത് തന്നെ വ്യാജമാണെന്ന ഒരു നിലപാടിൽ, കത്തിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതെല്ലാം പൊളിഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം.എൽ.എ, അതുപോലെ ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ, മുൻ ഡി.സി.സി ട്രഷറായിരുന്ന കെ ഗോപിനാഥൻ, അതുപോലെ തന്നെ മുൻ ഡി.സി.സി പ്രസിഡന്റായിരുന്ന മരണപ്പെട്ട പി.വി. ബാലചന്ദ്രൻ തുടങ്ങിയവർക്ക് എതിരെ ഇപ്പോൾ പ്രാഥമികമായും കേസെടുത്തിട്ടുള്ളത്. കാരണം ഇവരുടെ പേരൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല താൻ വാങ്ങിയ പണങ്ങളൊക്കെ പ്രേരണയായത് ഇവരുടെ നിർബന്ധമാണ്. അത് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിയതെന്നാണ് എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലും കത്തുകളിലുമുള്ളത്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരിശോധനകൾ നടത്തി അദ്ദേഹത്തിന് ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പ്രാഥമികമായിട്ട് എം.എൽ.എ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്, കേസെടുത്തിട്ടുള്ളത്. ഇത് വളരെ നിർണായകമായ നീക്കമാണ് പോലീസിൻ്റെയൊക്കെ. ഇപ്പോൾ നിലവിൽ CPM-ഉം BJP ഒക്കെ ഐ സി ബാലകൃഷ്ണന് രാജി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ സാങ്കേതികമായി പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. നിലവിൽ 2019-ലും KPCC ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ഇത്തരം ഒരു ആരോപണത്തിൽ നിന്ന്. അന്ന് DCC പ്രസിഡന്റ് ആയിരുന്ന, അന്ന് MLA ആയിരുന്ന ഐ സി ബാലകൃഷ്ണനെ വീണ്ടും ഉപസമിതി കഴിഞ്ഞ ദിവസവും പ്രശ്നക്കാരല്ല, ആ പ്രശ്നങ്ങൾ പരിശോധിക്കാം, എല്ലാം ശരിയാക്കുമെന്ന ഒരു ഭംഗിവാക്ക് പറഞ്ഞ് ആ കുടുംബത്തിൽ നിന്ന് വന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ 3 പേർക്കെതിരെ MLA-ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളതെന്ന് വളരെ നിർണായകമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, LDF-ന്റെ കൺവീനർ, മുൻ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി കൂടിയായ MLA കൂടിയായ CK ശശീന്ദ്രനുണ്ട്. വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. MLA-ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് മുമ്പും ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതിന് ന്യായീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു KPCC നേതൃത്വം, കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഒക്കെ എടുത്തിരുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നത് ഇപ്പോൾ പകൽ പോലെ സത്യമായി വിളിച്ചു തോന്നിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ.എം. വിജയൻ്റെ മകൻ ബത്തേരി പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ള 4 ആത്മഹത്യാ കുറിപ്പുകളിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നതെല്ലാം ഈ പരാതികളും കത്തുകളുമെല്ലാം വ്യാജമാണെന്ന് വലിയ പ്രചരണം നടത്തി കോൺഗ്രസ് നേതാക്കളെ, വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ, MLA-മാരെ ഉൾപ്പെടെ ശുദ്ധീകരിക്കാനും അവർക്കൊരു കുഴപ്പക്കാർ അല്ല എന്ന രീതിയിലേക്ക് വരാനുള്ള വലിയ പ്രചരണ കോലാഹലങ്ങളായിരുന്നു UDF-ന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കത്ത് പുറത്തുവിട്ട് വന്നിരിക്കുകയാണ്. 4 കത്തുകളുണ്ട്. ആ കത്തുകളിൽ പരാമർശിക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഐ സി ബാലകൃഷ്ണൻ MLA നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശ്രീ ഐ സി ബാലകൃഷ്ണൻ അതുകൊണ്ട് തന്നെ കേസിലെ പ്രതിയായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ND അപ്പച്ചൻ നിലവിൽ DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗോപിനാഥൻ കോൺഗ്രസിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ ഒരാളാണ്. വലിയ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും വലിയ അഴിമതികളുടെ എങ്ങനെ നടത്താമെന്ന് കലാപരമായി തെളിയിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഈ ഗോപിനാഥൻ എന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും. അവരുടെ എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. നിയമപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. KPCC നേതൃത്വം അടിയന്തരമായിട്ട് നിലപാട് വ്യക്തമാക്കണം. ആരെ കൂടിയാണ് KPCC നേതൃത്വം? ഈ മരിച്ചുപോയിട്ടുള്ള എൻ.എം. വിജയൻ്റെയും ഒരു മകനെയും കൊണ്ടുപോകാണ് അദ്ദേഹം, മകനെയും കൂട്ടിക്കൊണ്ടുപോകാണ്, അല്ലെങ്കിൽ മകനെയും മരണത്തിലേക്ക് അദ്ദേഹം തള്ളിവിടുകയായിരുന്നു. ഈ 2 പേരെയും മരിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലെ 2 പേരാണ് മരിച്ച മക്കളെ. ഇരട്ട മരണമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്
കൃത്യമായ സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അതുകൊണ്ട് മരിച്ചുപോയവരുടെയെങ്കിലും ഒരു ആത്മാർത്ഥമായി അവരുടെ മരണത്തിന് ഉത്തരവാദിയായ ആൾക്കാരുടെ പേരിൽ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവരെടുക്കുന്ന നിലപാടെന്നുള്ളതാണ്. ആരെ കൂടിയാണെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കാൻ വേണ്ടി കഴിയണം. അതോ സുധാകരൻ നേരത്തെ പറഞ്ഞ പോലെ അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ് അവരെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനാണോ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായിട്ട് വയനാട്ടിൽ എല്ലാവരും ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം വയനാട്ടിൽ അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2019 ഇത്രയും വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. പണം വാങ്ങിയെന്നും കൊടുത്തുനിന്നും ഒക്കെ നിയമന ഉണ്ടായിരുന്നല്ലോ. അന്ന് അത് വെള്ളപൂശിയാണ് KPCC അന്വേഷണ കമ്മീഷൻ ചെയ്തത്. അതെ, നേരത്തെ തന്നെ NM വിജയൻ സംസ്ഥാന നേതൃത്വത്തെ KPCC നേതൃത്വത്തെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. അന്ന് ഒരു അന്വേഷണ കമ്മീഷൻ അവർ നിശ്ചയിച്ചു. എന്നിട്ട് ഇതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേരിൽ നടപടിയെടുത്ത് ഒഴിവാക്കി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും NM വിജയൻ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചതിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് എന്തെല്ലാം നടന്നു, ഏതെല്ലാം നേതാക്കൾ പണം വാങ്ങി, എന്തിനു വേണ്ടി പണം വാങ്ങി, 17 പേരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു, അതിൻ്റെ എല്ലാം വേവലാതി എല്ലാ ഉത്തരവാദിത്വം അയാളുടെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാനായിരുന്നു എല്ലാം ശ്രമിച്ചിരുന്നത്. തനിക്കൊരു രക്ഷയും കിട്ടുന്നില്ല, നീതിയും കിട്ടുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് NM വിജയൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് ഒരു കാര്യം KPCC നേതൃത്വം നല്ലപോലെ ആലോചിക്കണം. NM വിജയൻ മരിക്കുമ്പോഴും എഴുതി വെച്ച പാർട്ടിയാണ് എനിക്ക് വലുത്, അതുകൊണ്ട് ഈ കത്തുകളൊക്കെ വെച്ച് പാർട്ടി നേതൃത്വത്തിൽ സമീപിച്ച് അവരൊരു നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലീസിന് കൈമാറണമെന്നാണ്. അതുപോലെ ആ മകൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. നേരത്തെ ആത്മഹത്യ കുറിപ്പുണ്ടെന്നൊക്കെ വന്നപ്പോഴും എവിടെയാണെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. നിയമപരമായിട്ട് പോലീസ് നടപടിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് KPCC നേതൃത്വം ആരുടെ കൂടെയാണ്? മരിച്ചുപോയവരുടെ കൂടെയാണോ? മരിക്കുന്നത് വരെ കോൺഗ്രസിന് വേണ്ടി തൻ്റെ ജീവൻ ഒഴിഞ്ഞു വെച്ച ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തകൻ്റെ കൂടെയാണോ? അതോ ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള വലിയ കൊള്ളയ്ക്കും തട്ടിപ്പിനും അഴിമതിക്കും കൂട്ടുനിന്നവരെയാണോ സംരക്ഷിക്കുന്നതെന്ന് ആണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഈ വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇത്തരത്തിൽ ഇരയായ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിന് ഇരയായ അവരുടെ കുടുംബത്തോടൊപ്പമാണോ KPCC നേതൃത്വം, അതോ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. KPCC നേതൃത്വത്തിൻ്റെ ഈ ഒരു തീരുമാനം വളരെ നിർണായകമാണ്. അവരെങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കാരണം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇത്തരം ആളുകളെ, ഈ പ്രതി ചേർക്കപ്പെട്ട 3 ആളുകളെയും അത്തരത്തിൽ വെള്ള പൂശുന്ന അല്ലെങ്കിൽ ആ പ്രശ്നം കൂടുതൽ പരിശോധിക്കും, കത്ത് സംബന്ധിച്ച് ശാസ്ത്രീയത വരട്ടെ, അത് പോലീസിൻ്റെ പരിശോധന ഘട്ടത്തിലാണ് എന്ന് തുടങ്ങിയ മറുപടികൾ മാത്രമാണ് KPCCയുടെ ഉപസമിതി ചെയർമാനുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2019 KPCC ഇത്തരത്തിലൊരു കമ്മീഷനെ വെച്ചിരുന്നു. അന്നും നേതാക്കളെ ന്യായീകരിക്കുന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി 2 പേരെ പുറത്താക്കിയിട്ട് ആ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. അന്നും DCC പ്രസിഡന്റായിരുന്നത് MLA ആയിരുന്ന IC ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അന്നും ഈ ആരോപിതനായ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു. ഇപ്പോൾ 2024 ഇത്തരത്തിൽ ഒരു പേര് വരുന്നു. അതും പാർട്ടിയുടെ ദീർഘകാലത്തെ നേതാവ്, DCCയുടെ ട്രഷററായിട്ട് NM വിജയേട്ടൻ പാർട്ടിക്ക് വേണ്ടി ഇത്തരം നേതാക്കളുടെ നിർബന്ധം മൂലം താൻ പണം വാങ്ങിയെന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഏത് നടപടിയാണ് KPCC നേതൃത്വം എടുക്കുക എന്നത് വളരെ നിർണായകമാണ്. KPCC നേതൃത്വം കൂടുതൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയാണ് ഈ വിഷയത്തിൽ നിന്ന് ഉറപ്പാണ്. അതുതന്നെയാണ്, KPCC നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി തന്നെ. NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവും MLAയുമായ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയും പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകും പാർട്ടി എന്നുള്ളത് ഉറപ്പാണ്. ഇടതുപക്ഷം അവിടെ വലിയ തരത്തിൽ ഇവർക്കെതിരെ വിമർശനവുമായും രംഗത്തെത്തുന്നുണ്ട്. ഇപ്പം CK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്.